ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഡൗട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് മറന്നുപോയ പാസ്വേഡുകൾ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ പല ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പാസ്വേഡ് നമുക്ക് ഓർത്ത് വെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി അഥവാ പാസ്വേഡ് മറന്നുപോയാൽ നമുക്ക് താഴെയുള്ള ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് തിരിച്ചു കിട്ടും, പക്ഷെ എല്ലാ സമയത്തും അത് തിരിച്ചു കിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യേണ്ട 2 ട്രിക്കുകളാണ് ഞാൻ പറഞ്ഞിരുന്നത്. 2 രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ പാസ്വേഡുകൾ നിങ്ങൾക്ക് ഒരു 90% നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതിനു മുൻപ് മുഴുവനായിട്ട് പറഞ്ഞിരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ, ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന പലതരം ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ. ഇവിടെ നമുക്ക് വാട്സപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇങ്ങനത്തെ പലതരം ആപ്ലിക്കേഷൻസ്, ജിമെയിൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ പാസ്വേഡ് മറന്നുപോയാൽ 2 ട്രിക്കുകൾ, അടിപൊളി ട്രിക്കുകളാണ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. ഇവിടെ സെറ്റിംഗ്സിന്റെ ഐക്കൺ കാണുന്നില്ല, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നാൽ ഏറ്റവും താഴെ നമുക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ആ ഗൂഗിൾ ഒന്ന് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. 2 ടെക്നിക്കുകൾ പറയുന്നുണ്ട്. ആദ്യം ഒരു ടെക്നിക്ക് പറയാം, രണ്ടാമത്തെ അടിപൊളി ടെക്നിക്കാണ്. ഇത് നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഇമെയിൽ ID കാണാം. അതിന്റെ താഴെയായിട്ട് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്സ് പറയുന്ന ഓപ്ഷൻ കാണാം. മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്സ്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ID ഏറ്റവും ടോപ്പിൽ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഇമെയിൽ ID തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, ഏതാണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതിന്റെ താഴെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റിയിലാണ് നമ്മുടെ എല്ലാ പാസ്വേഡും, നമ്മൾ ഓൾറെഡി പാസ്വേഡുകൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് നെവർ കൊടുത്താൽ കിട്ടില്ല. പക്ഷെ നമ്മൾ സേവ് ചെയ്യണം എന്നുള്ള സേവ് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ സേവ് ആയിട്ട് നിൽക്കും. ഇവിടെ കണ്ടില്ലേ പാസ്വേഡ് മാനേജർ, ഇവിടെ നമുക്കൊരു കീയുടെ ചിത്രം കാണിക്കുന്നുണ്ട്. ഇവിടെ 20 പാസ്വേഡുകൾ ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കത് എവിടെയാണെന്ന് നോക്കാം. ഇവിടെ താഴെ പാസ്വേഡ് മാനേജർ, മാനേജ് പാസ്വേഡ് എന്നുള്ള അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന മാനേജ് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഞെട്ടിപ്പോവും. നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏതിന്റെ പാസ്വേഡ് ആണോ നിങ്ങൾക്ക് വേണ്ടത്, ഇവിടെ ഞാൻ ഫേസ്ബുക്കിൻ്റെ ആണ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഫേസ്ബുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ നമ്മളെ യൂസർ ID ഏറ്റവും ടോപ്പിൽ കാണിക്കുന്നുണ്ട്. തൊട്ട താഴെ അതിന്റെ പാസ്വേഡ് കാണിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്തൊരു കണ്ടന്റ് ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് കാണാൻ വേണ്ടി സാധിക്കും. അടിപൊളി ഓപ്ഷനാണ്. ഇനി രണ്ടാമത്തെ രീതി കൂടി ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ രീതി വരുന്നത് നമ്മുടെ ഫോണിൽ ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ IDന്റെ പ്രൊഫൈൽ ഐക്കൺ നമുക്ക് ഇവിടെ കാണാം. അതിന്റെ തൊട്ട മുകളിലായിട്ട് 3 ഡോട്ട്സ് കാണിക്കുന്നുണ്ട്. ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണിക്കും. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് കാണിക്കുന്നുണ്ട് ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ. നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെയും കാണിക്കുന്നുണ്ട്. ഇവിടെയും ഇതുപോലെ ഈ രണ്ടാമത്തെ ഓപ്ഷനിലും നിങ്ങൾക്ക് താഴെ ഇതുപോലെ തന്നെ ഏതെല്ലാം ആപ്ലിക്കേഷൻസ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും അവിടെ നമുക്ക് പാസ്വേഡ് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് സേവ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ വരിക. നെവർ കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഇവിടേക്ക് വരില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് യൂസർ ID ഏറ്റവും ടോപ്പിൽ വരുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ താഴെയായിട്ടാണ് നമുക്ക് പാസ്വേഡ് കാണിക്കുക. ഇവിടെ ഞാൻ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് താഴെ കാണിക്കുന്നുണ്ട്. m.facebook എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ താഴെയുള്ള ഓപ്ഷനിൽ ഏറ്റവും മേലെ അഭിലാഷ് രാഘവ് എന്നുള്ള എൻ്റെ യൂസർ ID കാണിക്കുന്നുണ്ട്. അതിന്റെ താഴെയായിട്ട് പാസ്വേഡ് കാണിക്കുന്നുണ്ട്. ആ ഐ ബട്ടൺ, കണ്ണിന്റെ ഒരു ബട്ടൺ കാണും, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പാസ്വേഡ് കാണാൻ സാധിക്കും. തൊട്ടടുത്തുള്ള ഒരു കോപ്പി ബട്ടണിൽ ചെയ്താൽ നമുക്ക് കോപ്പി ചെയ്യാനും സാധിക്കും.